ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു ചൂരക്കറി ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട്. നമ്മൾ ഇതിനകത്ത് 1 കിലോ ചൂര എടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത്യാവശ്യം വലിയ കഷ്ണം ഒരു ഇഞ്ചി ചതച്ചതാണിത്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 7 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചതച്ചിട്ടും ഒന്നുമില്ല. പിന്നെ ഉലുവ, മുളക് പൊടി, കൊടംപുളി, മുളക്, ഇച്ചിരി കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇടാം, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ഒട്ടും കുറയ്ക്കാൻ പാടില്ലാത്ത സാധനം കറിവേപ്പില. നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒലിവിൻ്റെ കുപ്പിയാണെന്നേ ഉള്ളൂ കേട്ടോ, വെളിച്ചെണ്ണ ഏതേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് ചൂടാവട്ടെ. നമ്മളിങ്ങനെ ഔട്ട്ഡോർ കുക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ഈ അകത്ത് നിന്ന് കുക്ക് ചെയ്യുന്ന കണക്കല്ല, ഭയങ്കര ഒരു വൈബാണ്. ചൂടായിട്ടുണ്ട്, ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു പിടി, അത്രേ ഉള്ളൂ. ഒരു 1/2 ടീസ്പൂൺ എന്നൊക്കെ പറയാം. ഉലുവ പൊട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂരക്കറി എപ്പോഴും നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് എടുക്കണം. അടിപൊളിയാണ്. ഇനി ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല രസം കാണാൻ. ഞാനിങ്ങനെ ഔട്ട്ഡോർ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചതച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് ഇട്ടാൽ മതി. അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. എന്തായാലും നമ്മളിത് ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇത് നാളെ നമ്മൾ സെറ്റ് ആവത്തുള്ളൂ. തീ ചെറുതായിട്ടൊന്ന് കൂട്ടാം. ഞാൻ നേരത്തെ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല കാറ്റ് കേട്ടോ. തീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്, പക്ഷെ നല്ല സുഖം. ഇനി നെക്സ്റ്റ് ടൈം വല്ല പുഴയോ കായലോ വല്ല അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. വെളുത്തുള്ളി ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിലാവണ്ട, കളർ ഒത്തിരി മാറണ്ട. എന്നാൽ നല്ല വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ, അത് ചതച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പച്ചമണം മാറുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്നിടാം. ഈ കൊച്ചുള്ളി അരിയണ്ട. ആക്ച്വലി ഞാൻ വെളുത്തുള്ളി ഒന്നും ഇടത്തില്ല. ഞാൻ പെട്ടെന്ന് ഉണ്ടാകാനായിട്ട് ഇഞ്ചി മാത്രമേ എടുത്തോളൂ. നല്ല ടേസ്റ്റ് അത്. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഏറ്റവും എളുപ്പമാണ്. ഞാനിവിടെ കൊടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് ഞാനിത് വഴലുന്നതിന് മുന്നേ ഞാൻ ഇടും. പുളി ഇച്ചിരി അധികം ഇട്ടാലും കുഴപ്പമില്ല, ചൂരയ്ക്ക് പുളി പിടിക്കണം, എന്നാലേ അതിൻ്റെ ആ ഗുമ്മ് വരുത്തുള്ളൂ. നമുക്ക് കറിക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെടുത്ത് അങ്ങ് മാറ്റിയാൽ മതി. ഞാൻ 2-3 പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ടേക്കാം. ആദ്യം ഇടണമെന്ന് ചോദിച്ചാൽ മറന്നു. അവരുടെ എരിക്ക് അനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ചൂരയ്ക്ക് പിന്നെ എല്ലാം ഇത്തിരി മുന്തി നിന്നാലേ ഒരു ടേസ്റ്റ്. കാരണം വളരെ എരിയും പുളിയും നന്നായിട്ട് പിടിക്കാൻ സമയം എടുക്കുന്ന ഒരു മീനാണ്. ചിലർക്ക് ഇഷ്ടമല്ല. ഇനി ഞാൻ ഇപ്പോൾ പൊടി ഇടാൻ പോവാ. പൊടി നമ്മൾ അധികം പൊടിയൊന്നും ചേർക്കുന്നില്ല, മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പൊടി എപ്പോൾ ചേർത്താലും അതിന് മുന്നേ തീ നന്നായി കുറച്ച് വെച്ചോണം, അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/2 കൂടുതലാണെങ്കിലും ഉള്ളു. അതൊക്കെ നമ്മുടെ ഇതിൻ്റെ അളവനുസരിച്ച്, മീനിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മുടെ ഓരോ രുചി വ്യത്യാസങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, അതനുസരിച്ച് വേണം ചെയ്യാൻ. ഇപ്പം ഞാനിപ്പോൾ അളവ് പറഞ്ഞാലും നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ആ മഞ്ഞ ഇത് മാറിയിട്ടുണ്ട്. ഞാനിനി ഇച്ചിരി മുളക് പൊടി ചേർക്കാൻ പോവാണ്. നമുക്ക് 1 കിലോ മീനുണ്ട്. 1, 2, 2.5, ഇച്ചിരി കൂടെ ഇട്ടേക്കാം, ഇരി പിടിച്ചോട്ടെ.
ഇത് നന്നായിട്ടുണ്ടല്ലോ. ഇച്ചിരി ഒന്ന് ഡാർക്ക് ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ കറിയുടെ ടെക്സ്ചർ തന്നെ മാറും. നല്ല രസമായിരിക്കും ഇത് കാണാൻ. അങ്ങനെ പിടിച്ചിട്ട് കരിയാതെ നോക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പം കരിയുന്നെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോഴേ തീയങ്ങ് ഓഫ് ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. കളറൊക്കെ ഒന്ന് സെറ്റായി വരണം, എന്നാലേ നമ്മൾ കറി കാണുമ്പം നമുക്ക് കഴിക്കാൻ തോന്നുള്ളൂ. കണ്ടോ, വെളുത്തുള്ളി ഇപ്പോൾ അരിഞ്ഞിട്ടില്ലെങ്കിലും ഓൾറെഡി ഇച്ചിരി വെന്ത് കഴിഞ്ഞു. ഞാൻ കുടംപുളിയുടെ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു കവർ വലിയ പിടുത്തമില്ല. ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ഇവിടെ ചൂട് വെള്ളം ഒഴിക്കുന്നത്, പച്ചവെള്ളമല്ല ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവത്തൊക്കെ വെച്ച് നമുക്ക് എന്തായാലും ഇത് പറ്റിച്ചെടുക്കുക. മീൻ ഇച്ചിരി മുങ്ങി നിൽക്കണം. മുളക് പൊടിൻ്റെ മണം അടിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും ചുമയ്ക്കുന്നു. നമുക്കിവിടെ ഓഡിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ചുറ്റും. അവരെയാണ് ചുമക്കുന്നത്, ഞാനല്ല ചുമക്കുന്നത്. ഞാൻ ഇവിടെ ചൂട് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് തിളയ്ക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അവസാനം ചേർക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ചിലതൊക്കെ ഉപ്പ് ഇരുന്നങ്ങ് ഇറങ്ങും. ഇച്ചിരി ഒന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ചു വെച്ച് തിളയ്ക്കാം. നല്ല കാറ്റത്ത് പുളിയൊക്കെ താഴോട്ട് വീഴുന്നുണ്ട് കേട്ടോ. നല്ല രസം. അടിപൊളി. പുളിയും ഇച്ചിരി മധുരവും എല്ലാമായിട്ട് നല്ല രസം ഇത് കഴിക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. കറി നന്നായി തിളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീൻ പറക്കിയിടാം. മീനിടാം. കാരണം മീൻ മുങ്ങിക്കിടക്കണം. നമ്മൾ എന്നിട്ട് ഇതിട്ട് വറ്റിച്ചെടുക്കും. നോക്കിക്കോണം, സെറ്റാക്കും. കേട്ടോ, ഇതേ കണക്ക് നിന്നാൽ മതി. നല്ല മുങ്ങിക്കിടന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇത്തിരി കൂടെ കറിവേപ്പില ബാക്കി ഇരുന്നതും കൂടെ ഇടാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് സെറ്റാവട്ടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ കേട്ടോ. അടച്ചു വെച്ചേക്കാം, ഇച്ചിരി കൂടെ വേട്ടെ. കറി ഏത് പരുവായെന്ന് നോക്കണ്ടേ നമുക്ക്. വാ, നല്ല സെറ്റ് തിളയായിട്ട് വന്നേക്കുന്ന കണ്ടോ. ചിലർ പറയും നടുക്കുന്ന് തിള വന്നു കഴിഞ്ഞാൽ ഉപ്പും പുളിയും കറക്റ്റാണ്, സൈഡിൽ നിന്ന് തിള വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അല്ല. എത്രമാത്രം ശരിയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും എനിക്ക് എപ്പോഴും രണ്ടാമത് ആഡ് ചെയ്തിട്ട് വരും. ഞാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കട്ടെ. ഇച്ചിരി കളഞ്ഞേക്കാം അല്ലേ. ഓ, സെറ്റ് സെറ്റ്. ഓ, ഇതൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. ചൂടെ പറ്റട്ടെ. ഞാനിവിടെ സ്വല്പം കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതൊന്ന് ഇച്ചിരി ഇട്ട് കൊടുക്കാം. കളർ ഉണ്ട്, പേടിക്കണ്ട. ഇത് കാശ്മീരി ചില്ലിയാ, നമ്മൾ മിക്സ് ചെയ്തിട്ടേ ഇല്ല. അതാ ഇത്ര കളറ്. ഇച്ചിരി ഇത്രയും മതി. നമുക്ക് മീൻ കറിക്കകത്ത് കായം ഇടുന്നെന്ന് വിചാരിക്കേണ്ട. ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി ഇടണ്ട കേട്ടോ, ചിലപ്പം കയർക്കും. ഇത് ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ കണ്ടതാണ്, പക്ഷെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. നല്ല രസം അത്. നമുക്കൊന്നും കൂടെ, അല്ലെങ്കിൽ വേണ്ട, ഇത് തുറന്നിരിക്കട്ടെ. ഇച്ചിരി ഒന്ന് വറ്റണം നമുക്ക്. നമ്മുടെ മീൻകറിയൊക്കെ വറ്റി നല്ല പരുവായിട്ടുണ്ട്. ഇച്ചിരി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കണ്ടാൽ മതി മീന്, അല്ലെങ്കിൽ ഇരുന്നിനി പറ്റിക്കോളും. നമുക്ക് ഇതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചോളൂ.
ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കുറച്ച് മതി. എന്നിട്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നാളെ എടുക്കാം. അടഞ്ഞിരിക്കട്ടെ ഇവിടെ. അപ്പം നമ്മൾ മീൻകറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ ഞാൻ അടച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്. ഇത് ഞങ്ങൾ ഇനി നാളെ എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മീനകത്ത് എല്ലാം സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാ, ഈസി അല്ലേ ഇത്? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ. എല്ലാവർക്കും അറിയായിരിക്കും.